ഓണാശംസകൾ. ഇന്ന് ഓണത്തിൻ്റെ ഒരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തെന്നാൽ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കിറ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശരി ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഇതാണ് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കിറ്റ്. ഇതിപ്പോൾ അൺബോക്സ് ചെയ്യാം. ഞാനിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ എന്താണ്, ആദ്യം പപ്പടമാണ് ഞാൻ കയ്യിലെടുത്തത്. ആദ്യം പപ്പടമാണ്. പിന്നെ അടുത്തത് ഇതാണ് ആച്ചിയുടെ മുളക് പൊടി. പിന്നെ കിച്ചൺ ഡ്രസ്സേഴ്സിൻ്റെ സാമ്പാർ പൊടി. പിന്നെന്താണ്, മഞ്ഞൾപ്പൊടിയാണ്. ആച്ചിയുടെ മഞ്ഞൾപ്പൊടിയാണ്. അടുത്തത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി. പിന്നെന്താണ് അടുത്തത് ചെറുപയറാണ്. ചെറുപയർ. പിന്നെ എന്താണെന്ന് നോക്കട്ടെ. ഇതാണ് വെർമസെല്ലിയുടെ ചെറിയൊരു കിറ്റ്. ചെറുതായിട്ട് ഒടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അകത്ത് നീളമുള്ള വെർമസെല്ലിയല്ല, ചെറുതായിട്ട് നുറുക്കുകളായിട്ട് ഒടിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ അടുത്തത് സപ്ലൈകോയുടെ പഞ്ചസാരയാണ്. പഞ്ചസാര വീണ്ടും ഒരു പാക്കറ്റ് കൂടെ ഉണ്ട്. അതെനിക്ക് ഈ ശർക്കരയ്ക്ക് പകരമാണ് വീണ്ടും ഒരു പാക്കറ്റ് കൂടെ വെച്ചതെന്ന് തോന്നുന്നു. ശർക്കരയ്ക്ക് ഇടയ്ക്ക് എന്തൊക്കെയോ കംപ്ലൈൻറ്റ് പറഞ്ഞ് കേട്ടിരുന്നു. പിന്നെ ശബരിയുടെ ഒരു ചെറിയ പാക്കറ്റ് വെളിച്ചെണ്ണ. പിന്നെ അടുത്തത് സൂചി ഗോതമ്പാണ്. ഒരു 1/2 കിലോ വരും സൂചി ഗോതമ്പ്. സൂചി ഗോതമ്പ് കൊണ്ട് നമുക്ക് പായസവും ഉപ്പുമാവും ഒക്കെ ഉണ്ടാക്കാം. എല്ലാവർക്കും അറിയാമല്ലോ അത്. അങ്ങനെ മൊത്തം ഇത് ഒരു 11 ഐറ്റംസ് ഉണ്ട്. തീരെ മോശമല്ല. നമുക്ക് കാര്യമായിട്ട് ഓണം ആഘോഷിക്കാം. 11 ഐറ്റം വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒരോണം ആഘോഷിക്കാവുന്ന തരത്തിലാണ് നമ്മുടെ സർക്കാർ നമുക്കിത് തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുക. അപ്പം നമുക്ക് എന്തായാലും അടിപൊളിയായിട്ട് കൂട്ടുകാരെല്ലാവർക്കും നമുക്ക് ഓണം ആഘോഷിക്കാം. ഓണക്കിറ്റിൻ്റെ അൺബോക്സിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ സർക്കാർ ഈ കൊറോണ കാലത്ത് നൽകിയ സൗജന്യ ഓണക്കിറ്റ് വിതരണം എല്ലാവരും പ്രയോജനപ്പെടുത്തുക. വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷനിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നമസ്കാരം.